പഴയങ്ങാടി അടിപ്പാത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ജില്ലയിലെ നമ്പർ 1 ബാങ്ക്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ, പൂർണ്ണ സുരക്ഷിതത്വം, 1 കോടി രൂപ വരെ വായ്പ നൽകുന്നു. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. അരനൂറ്റാണ്ടിലേറെ കാലമായുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് പരിഹാരമായി പഴയങ്ങാടി അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി. മഴക്കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഈ പരിസരം. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. നിലവിലുള്ള അടിപ്പാതക്ക് സമീപത്തായി സംസ്ഥാന സർക്കാർ അനുവദിച്ച 7 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ അടിപ്പാത പണിയുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. 30ഓളം റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ആകെ 150ഓളം മേൽപ്പാലങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫ്ലൈ ഓവറുകളും ബൈപ്പാസുകളും സാധ്യമാവുകയാണ്. നഗര റോഡ് വികസന പദ്ധതി ലോകം തന്നെ അംഗീകരിക്കുന്ന നിലയിലായി മാറി. നമ്മുടെ തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിനാകെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. ജനങ്ങൾക്ക് മുമ്പാകെ ഇതിന്റെ കാലാവധിയും ആ കാലാവധിക്കുള്ളിൽ എന്ത് പറ്റിയാലും കരാറുകാർ അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള വസ്തുത പുറത്തു കൊണ്ടുവരലുമൊക്കെ ഈ നാടിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. MP ജിൻ MLA അധ്യക്ഷനായി. 6 മീറ്റർ വീതിയിൽ പുതിയ അടിപ്പാത നിർമ്മിക്കുന്നതോടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. പുതിയങ്ങാടി, മൊട്ടാമ്പ്രം, ചൂട്ടാട്, മാട്ടൂൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്കുള്ള വഴിയാണിത്. പഴയങ്ങാടിയിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോകാനും ഈ വഴി മാത്രമാണ് ആശ്രയം. പുതിയ അടിപ്പാത നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് MP ജിൻ MLA മുഖ്യമന്ത്രി പിണറായി വിജയൻ, ധനമന്ത്രി KN ബാലഗോപാൽ, PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്ക് നിവേദനം നൽകിയതോടെയാണ് പദ്ധതിക്ക് കളമൊരുങ്ങിയത്. പഴയങ്ങാടിയുടെ അണ്ടർപാസ് എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കുകയാണ് പിണറായി ഗവൺമെന്റ്. 2022-23 സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിലാണ് ആദ്യഘട്ടം 6 കോടി രൂപ അണ്ടർപാസിനായി അനുവദിച്ചത്. 2021 ഏതാണ്ട് ഒക്ടോബർ മാസം യാഥാർത്ഥ്യമാകില്ലെന്ന് കണ്ട പഴയങ്ങാടി അണ്ടർപാസുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു ചർച്ചയെ തുടർന്നാണ് റെയിൽവേയുടെ ഉയർന്ന എഞ്ചിനീയറിംഗ് സംഘം പഴയങ്ങാടി അണ്ടർപാസ് പരിശോധനയ്ക്കായി വരുന്നു. അന്ന് ഞങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് ഈ അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് ഒരു രൂപരേഖയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന ആവശ്യം ഞാൻ ഈ ഘട്ടത്തിൽ ഏറെ ബഹുമാനപൂർവ്വം ഓർക്കുന്നു. റെയിൽവേയുടെ അന്നത്തെ എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ നേതാവായ തമിഴ്നാട്ടുകാരനായ ശ്രീ ഷൺമുഖം, അദ്ദേഹമാണ് ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ തന്നെ ഇല്ലാതായ പഴയങ്ങാടിക്ക്, മാട്ടൂലിന്, പുതിയങ്ങാടിക്ക് ഒരു പുതിയ സ്വപ്നത്തിലേക്ക് ഈ അണ്ടർപാസിന്, നിലവിലുള്ള അണ്ടർപാസിന് ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു അണ്ടർപാസ് എന്ന ആശയം അദ്ദേഹം ഒരു ഡിസൈനാക്കി നമ്മുടെ മുന്നിലേക്ക് നൽകുന്നത്. പുതിയ അടിപ്പാത മഴവെള്ളത്തെ ഡ്രെയിൻ ഔട്ട് ചെയ്യാനായി സബ് ടാങ്ക്, പുഴയിലേക്ക് ഓവുചാൽ നിർമ്മാണം, അപ്രോച്ച് റോഡിന് സ്ഥലമേറ്റെടുക്കൽ, റോഡ് അറ്റകുറ്റപ്പണി, സ്ഥലമേറ്റെടുക്കൽ എന്നിവ ഉൾപ്പെടെയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെയും റെയിൽവേയുടെയും മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടക്കുക. ബോക്സ് രൂപത്തിലുള്ള തുരങ്കം നിർമ്മിച്ച് നിർദ്ദിഷ്ട പദ്ധതി സ്ഥാപിക്കുകയാണ് ചെയ്യുക. ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ബബിതകുമാരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ B സത്യഭാമ, B നസീർ, ജില്ലാ പഞ്ചായത്ത് അംഗം SKP സക്കരിയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BK വിജയൻ, C നൌഷിദ, K പത്മനാഭൻ, പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, V വിനോദ്, MB ഉണ്ണികൃഷ്ണൻ, PV ബാബു രാജേന്ദ്രൻ, SU റഫീഖ്, ജസീർ അഹമ്മദ്, PV അബ്ദുള്ള, ശ്യാം വിസ്മയ, P ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KM ഹരീഷ് സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ K ശ്രീരാഗ് നന്ദിയും പറഞ്ഞു.
വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ജില്ലയിലെ നമ്പർ 1 ബാങ്ക്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ, പൂർണ്ണ സുരക്ഷിതത്വം, 1 കോടി രൂപ വരെ വായ്പ നൽകുന്നു. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം, ഭവന വായ്പ, ബസ്, കാർ, 2 വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ. മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ